ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ന്യൂ ഇയർ സ്പെഷ്യൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കൂടുതലായിട്ടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേക്കുകളാണ് വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകളൊക്കെ. അപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഓൾറെഡി നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്ത് ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് സാൾട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 തവണ അരിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളതും നല്ല ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ബൗളെടുത്ത് ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായി ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആകുന്നിടം വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നല്ല ഫ്ലഫി ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെച്ചാൽ മതി. ഞാനിപ്പം ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യണത് ഓവനിൽ വെച്ചിട്ടില്ല, ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രീ ഹീറ്റ് ആയിരിക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് അടച്ച് ലോ ഫ്ലെയിമിൽ 45 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടൊക്കെ ഒന്ന് ആറുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് വിവോയുടെ വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ആറിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെക്കുകയാണ്. നമ്മുടെ കേക്ക് നല്ലതുപോലെ ചൂടാറി ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് അതിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വൈറ്റ് കോമ്പൗണ്ട് കുറച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രീമിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് സെയിം രീതിയിൽ തന്നെ 3 ലെയറും ചെയ്തെടുക്കാം. ഇപ്പോൾ 3 ലെയർ കേക്കും വെച്ച് കഴിഞ്ഞു. ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. സ്ക്രാപ്പർ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വെച്ച കേക്ക് ബോർഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ചെറുതായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കുറച്ചുകൂടി വലിയൊരു കേക്ക് ബോർഡിലേക്ക് കേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിൻ്റെ ഡെക്കറേഷനായിട്ട് കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തത് സൈഡ്സിലും മുകളിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. സൈഡിൽ കൈകൊണ്ട് എടുത്തിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ കേക്കിൻ്റെ സൈഡിൽ മൊത്തം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ ഡിസൈൻ വരച്ച് കൊടുക്കാനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് പ്രസ് ചെയ്ത് ചുറ്റിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറി വെച്ച് കൊടുക്കുകയാണ്. ചെറി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. സെൻട്രൽ ഭാഗത്തു കൂടി നോസിൽ വെച്ച് വരച്ച് ഒരു ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബാൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളുടെ 2021 ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാം, രാത്രിയിൽ 12 മണിക്ക്. അപ്പോൾ ഞാൻ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ഒരു സ്റ്റിക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2021 രാത്രിയിലൊരു 12 മണിയായിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യണത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ അങ്ങനെ ഒരുപാട് മധുരമോ ക്രീമോ ഒന്നും കഴിക്കുന്ന ആളല്ല. പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് കേട്ടോ. അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കേക്ക്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണല്ലോ. പിന്നെ ആണെങ്കിൽ ഒരുപാട് ഡെക്കറേഷൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.